വെൽക്കം ബാക്ക്. നമ്മുടെ പരിപാടി വീണ്ടും ഒരു ഫുട്ബോൾ മാച്ച്. ഞാനും കെവിനും ടീമായിരിക്കും, തോമും അഭിയത്തും അവനും ടീമായിരിക്കും. 2vs3 സ്കോർ 20 ഗോൾ. അങ്ങനെ വീണ്ടും ഒരു മാച്ച് തുടങ്ങിയിരിക്കുന്നു. കെവിൻ എനിക്ക് പാസ് ഇട്ടിരിക്കുന്നു, ഞാൻ ടോമിനെ അവിടെ ചെറുതായിട്ടൊന്ന് മാറ്റി. എല്ലാവരും മറ്റേ എൻ്റെ മോനെ തുടക്കത്തിലെ ഗോൾ 1-0 മുമ്പിലായിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെ സെലിബ്രേഷൻ ഒക്കെ കാണിച്ച് യാതോ ഒരുത്തൻ ലോങ് പാസ് ഇട്ട് അഭിയത്തിൻ്റെ ഗോൾ. അങ്ങനെ ഞാൻ എന്താണ് കാണിക്കുന്നത്? ഓക്കെ, ഞാൻ പിന്നെ ഡ്രിബിൾ ചെയ്യാൻ നോക്കി, കെവിന് പാസ് ഇട്ടിരിക്കുന്നു. കെവിനൊരു തിരിച്ച് പാസ് നെറ്റ് ഗോൾ. എൻ്റെ മോനെ അത് കൊള്ളായിരുന്നു, നല്ല പാസ് ആയിരുന്നു. അവിടെ നല്ലോണം ഹോൾഡ് ചെയ്യാൻ പറ്റി. ഓരോ സെലിബ്രേഷൻ. പിന്നെ അങ്ങനെ അച്ചു ബോൾ അടിച്ചിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നെയും കയറി പോയിക്കൊണ്ടിരിക്കുന്ന അയ്യോ അവിടെ കൊണ്ടേ കളഞ്ഞ്. അഭിയത്തിന് പാസ് ബെസ്റ്റ്. അങ്ങനെ എനിക്കാണ് ബോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ എന്താണ് ഇന്ന് ചിപ്പ് ചെയ്ത് പാസ് ഇടുമോ? ഇല്ല, ഞാൻ കെവിന് വെറുതെ പാസ് ഇട്ടിരിക്കുന്നു. അവൻ തിരിച്ചിട്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ അഭിയത്തിനെ ഡ്രിബിൾ ചെയ്തു. അങ്ങനെ ടോം എൻ്റെ ടീമിലേക്ക് കെവിനെ മാറ്റി. വീണ്ടും എന്തൊക്കെയോ കാണിക്കുന്നു. ബോളിൻ്റെ കൺട്രോളിൽ നിന്ന് പോയി എന്ന് തോന്നിയെങ്കിലും ബോൾ കൺട്രോളിൽ നിന്ന് പോയില്ല. അങ്ങനെ കെവിൻ്റെയിലാണ് ബോൾ. മൈ ഗോഡ്, ക്രോസ് ബാർ. ഐ മീൻ പോസ്റ്റ് വാട്ട് എവർ ദാറ്റ് ഈസ്. അവനതിന് ഇടയ്ക്ക് ടച്ച് ചെയ്ത് എനിക്ക് അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെയും സേവ്, നല്ല കീപ്പർ. അങ്ങനെ അവൻ്റെ ആദ്യത്തെ സേവായെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കെവിനെ പറഞ്ഞു, കെവിൻ്റെ ഷോട്ട്. മൈ കെവിൻ്റെ കയറി വന്ന് ഗോളാവോ? എൻ്റെ മോനെ രണ്ടാമത്തെ സേവ് അത്. അങ്ങനെ എൻ്റെ ഷോട്ട് ഗോൾ. യെസ്, 3-0. ഞാനടിച്ചാൽ പിന്നെ ഗോളല്ലേ, ചുമ്മാ പറഞ്ഞിട്ടു സ്വയം പൊക്കി. അങ്ങനെ നെറ്റ്മക്ക് ഞാൻ തിരിച്ചു കൊടുക്കൂടാ റിവെഞ്ച്. യെസ്, തിരിച്ച് അതേപോലെ റിവെഞ്ച് കൊടുത്തേക്കും. കെവിന് സന്തോഷമായിരിക്കും. അതെ, പക്ഷെ അത് ഗോളായി. എന്തിനായിരുന്നു എന്ന്. 3-1. ഇങ്ങനെ ഞാൻ ടോമിനെ വെട്ടാൻ നോക്കി, പക്ഷെ ടോം ആ ബോൾ കൊണ്ടുപോയി ഗോൾ. ഒന്നും പറയാനില്ല, എല്ലാം എൻ്റെ മിസ്റ്റേക്ക്. അതെ, പിന്നെ എൻ്റെ മിസ്റ്റേക്ക്. എങ്ങോട്ടാണ് പാസ് ഇടുന്നത്? 3-3. എൻ്റെ പൊന്നടാ കേട്ടോ അവൻ്റെ സെലിബ്രേഷൻ. ടോം പിന്നെയും കയറിപ്പോൾ തന്നെ നട്മക്ക്. അയ്യോ, നാണം കെട്ട്. അതാരാ അച്ചുവിന് ഇട്ടിരിക്കുന്നു. അച്ചു ഗോൾ. 4-3 അവന്മാരങ്ങനെ മുമ്പിൽ എത്തി. ഇതേ ഞാനങ്ങനെ അച്ചുവിനെ വെട്ടിച്ച് ടോമിനെ വെട്ടിക്കാതെ കെവിനെ പാസ് ഇട്ടിരിക്കുന്നു. കെവിൻ എന്താണ് ചെയ്യുന്നത്? കെവിൻ തിരിച്ച് പാസ് ഇട്ടു, കുഴപ്പമില്ല, നല്ല പാസ്. ഞാൻ പിന്നെ അവന് കൊടുത്തു. അവൻ്റെ നല്ല ഫേക്ക്. ചേട്ടാ മോനെ, എന്നാ ഗോളടി! 4-4. അങ്ങനെ അച്ചുവിൻ്റെ ഒരു പാസ് അഭിത്ത് സ്ലൈഡ് ചെയ്ത് ഗോൾ. ഏട്ടാ റിവെഞ്ച് ചെയ്തു സെലിബ്രേഷൻ. അയാൾക്ക് എത്രയോ സൈഡ് ബോളി. എൻ്റെ മോനെ ഒരു ഇതില്ലായിരുന്നു, എന്നെ ബോൾ സൈഡ് ബോളിടാ. അങ്ങനെ ടോം എന്താണ് ചെയ്യുന്നത്? ടോം ബോളോടെ സ്റ്റോപ്പ് ഇട്ട് പാസ് ഇട്ട് അഭിയത്തിന് ഇട്ടിരിക്കുന്നത്. അഭിയത്തെ ഗോൾ അടിക്കുമോ? ഇല്ല, അതും കള. ആർക്കും വിശ്വസിക്കാൻ പറ്റും. കെവിൻ കൊള്ളാടാ, ഇവൻ അടിപൊളി കളിയാണല്ലോ ഇപ്പോൾ. കെവിൻ എനിക്ക് പാസ് ഇട്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ അച്ചുവിനെ മാറ്റി കെവിനെ പാസ് ഇട്ടു. കെവിൻ ഉറപ്പായിട്ടും ഗോളാക്കി. എൻ്റെ മോനെ 3-ാമത്തെ സേവാണ് തോന്നുന്നു. അച്ചുവിൻ്റെ ഫ്രീ കിക്ക് ടോമിന് കിട്ടി, പക്ഷേ കെവിൻ ഇടയ്ക്ക് കയറി പിടിച്ചു. പിന്നെ ടോം എന്താണ് ചെയ്യുന്നത്? യെസ്, വീണ്ടും സേവ്. യെസ്, ഞാൻ പവർ ഗോളിയാ. അങ്ങനെ കെവിൻ എന്താണ് ചെയ്യുന്നത്? കെവിൻ്റെ പാസ് സൺസൈഡ് ഫിഷ് പ്ലേ 5-5. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ കെവിന് ചെറുതായിട്ടൊരു പാസ് ഇട്ടിരിക്കുന്നു. കെവിനെ കമോൺ, യു ക്യാൻ. ഇത് ഘടകാരങ്ങൾ നിലയ്ക്കും സമയം. മൈ ഗോഡ്, 4-ാമത്തെ സേവ്. എൻ്റെ മോനെ, എന്നാ സേവാണ് അവൻ കാണിക്കുന്നത്. ചെക്കൻ നല്ല അടിപൊളി ഗോളിയാട്ടോ, റെസ്പെക്റ്റ് ചെയ്യണം. എന്താ മടുത്ത് കളിക്കുക. അങ്ങനെ ഒരു ലോങ് പാസ് എനിക്ക് ഇട്ടിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ വലിയ രസയിലും പോയി ചിപ്പ് ചെയ്തൊരു ഗോൾ. അതാണ് ഇതിൻ്റെ സേവൊക്കെ കൊള്ളായിരുന്നു, എങ്കിൽ ഞാൻ ചിപ്പ് ചെയ്തൊരു ഗോൾ. അങ്ങനെ ടോമിന് വേണ്ടി പാസ്. ടോം എന്താണ് ചെയ്യുന്നത്? ടോം കയറി പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, എല്ലാവരും പിടിച്ചിട്ടോ. ടോം വീണ്ടും ഗോൾ. എൻ്റെ മോനെ, ഇട്ട് ഗോൾ എറിഞ്ഞ് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നത്. തിരിച്ചിട്ട് അതെ, ഈ പറഞ്ഞു തരുന്നില്ല. അതിൻ്റെ ബോൾ എടുത്ത് വീണ്ടും ഗോൾ. പുറകെ പോയ വെച്ചാനെ പുറകെ പോയി ഇട്ട് ഷെട്ടപ്പ് എന്ന സെലിബ്രേഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെന്താ അത് കുരങ്ങ ചുമ്മാ ചോട്ടോ, നല്ലായിരുന്നു. അങ്ങനെ ഞാൻ നഡ്മ കിട്ടി. കെവിന് പാസ് ഇട്ടിരിക്കുന്നു. കെവിൻ്റെ മൈ ഗോഡ്, 5-ാമത്തെ സേവാ. 6-ാമത്തെ സേവ്. എന്നാ പുളി സാധനമാണ് ഇവൻ. നന്നായി കേട്ടോ ഇവൻ. കെവിൻ്റെ ഷോട്ട് അടിക്കടാ, നല്ല സ്പേസ് ഉണ്ട്, ടൈമുണ്ട്. യെസ്, മാസു മാസു. അങ്ങനെ ഞാൻ ബോൾ എന്താ ചെയ്യുന്നത്? ഷോട്ട് അടിക്കായിരുന്നു, അടിച്ചു. എൻ്റെ മോനെ വീണ്ടും സേവ്. എത്രാമത്തെ? 7 എങ്ങാണ്ടായി. പിന്നെ കെവിൻ കയറിക്കണു. ഓക്കെ, ടോമിൻ്റെതാണ് ബോൾ. ടോം എന്ത് ചെയ്യും? ടോം അച്ചുവിന് കൊടുക്കാനേ പറ്റുള്ളൂ. അച്ചുവിന് കൊടുത്തിരിക്കുന്നു. അച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ബോൾ ഞാൻ മേടിച്ചിരിക്കുന്നു. കെവിന് കൊടുത്തിരിക്കുന്നു. കെവിൻ്റെ തിരിച്ചൊരു പാസ്. ഞാൻ എന്താണ് ഞാൻ കയറിപ്പോയി ഗോൾ. അങ്ങനെ ഞാൻ അച്ചുവിനെ വെട്ടിച്ച് ടോമിനെ വെട്ടിക്കാതെ കെവിനെ വാസിട്ട് കെവിൻ ഓടിപ്പോയി ഗോൾ അടിക്കും, ഉറപ്പല്ലേ? എൻ്റെ കർത്താവേ, നല്ല ഷോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്യുത വീണ്ടും പോയി ഗോൾ.
സമനില ഇവിടെ ഒരു കളയില്ലല്ലോ. ഇവന്മാർ പുറകെ പോയി തിരിച്ചു കയറുക. ഞാൻ അങ്ങനെ എല്ലാവരും അടിച്ച് കയറി പോയി ഗോൾ. അതൊക്കെ അത്ര ഉള്ളു. എന്ത് തലല ഗ്യോക്കിയർസിൻ്റെ സെലിബ്രേഷൻ. ഗ്യോക്കിയർസിനെ അറിയാവുന്നവരുണ്ടെങ്കിൽ അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലോങ് ബോൾ കെവിനത് പിടിച്ചു. വീണ്ടും അഭയത്തിൻ്റെ ഒരു ലോങ് ത്രോ. അത് അച്ചു പിടിച്ച് ഗോൾ. എടാ വീണ്ടും സമനില. ഓഹ് മടുപ്പാണല്ലോ സമനില. കെവിൻ്റെയിലാണ് ബോൾ. കെവിൻ എന്താ ഓ മൈ ഗോഡ് എന്താ വീണ്ടും സേവ്. പക്ഷെ അത് കഴിഞ്ഞ് ഗോളായി. ടോമിൻ്റെ ബോൾ കെവിൻ ഡിഫെൻഡ് ചെയ്ത് എനിക്ക് പാസ് ഇട്ടു. ഞാൻ പക്ഷേ എന്തോ കാണിച്ചു. ഇവന്മാരെന്നെ കാണിക്കുന്നത്. ഒരു ടീമാണെങ്കിലും കളിക്കുന്ന വേറെ എന്തോ. ഓക്കെ അങ്ങനെ ടോമിൻ്റെയിലാണ് ബോൾ. കെവിനെ മാറ്റി നിർത്തിയെങ്കിലും കെവിൻ എന്നെ തള്ളിയിട്ട് ബോൾ മേടിച്ചു. ഇനി ഞാൻ ബോൾ കൊണ്ട് പോവുകയാണ്. അങ്ങനെ കെവിൻ്റെ പാസ്. കെവിൻ്റെ ഷോട്ടല്ല, എനിക്ക് പാസ് ഇട്ടില്ലേ. എടാ അൺസെൽഫിഷ് പ്ലെയറേ, നിനക്ക് നീ ഒട്ടും സെൽഫിഷ് അല്ല കേട്ടോ. പക്ഷെ ഞാൻ സെൽഫിഷ് അതാ കണ്ടില്ലേ. ഗോൾ. അതിനാ സെലിബ്രേഷൻ. ഇത് മറ്റേ സെലിബ്രേഷൻ. ഇങ്ങനെ പേരറിയത്തില്ലായിരുന്നു. അല്ല അറിയായിരുന്നു, മറന്നുപോയി. ടോമിൻ്റെ ലോങ് പാസ്. അച്ചുവിനെ കെവിൻ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. കെവിൻ മാസ് കളി. അങ്ങനെ ഓ മൈ ഗോഡ് അതെന്നെ ആയാലും പോയി. എടാ ഞാൻ സേവ് ചെയ്തടാ. വീണ്ടും അങ്ങനെ കെവിൻ അച്ചുവിനും ഉണ്ടായി കൊടുത്തിരിക്കുന്ന. എനിക്ക് സേവ് ചെയ്യാൻ അറിയാമോ. എൻ്റെ മോനെ ടോമിനത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ടാ സേവ് ചെയ്യുന്നത്. കെവിൻ എനിക്ക് ആ പാസ് ഇട്ടേ, പക്ഷേ എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ അവിടെ ഒന്നും കയറി വന്നില്ല. വെരി ബാഡ്. അങ്ങനെ മുന്നിലേക്ക് ബോൾട്ട് കയറിപ്പോയി. എൻ്റെ മോനെ കെവിൻ സേവ് ചെയ്ത്. അയ്യോ മൈ ഗുഡ് ഗോഡ്. ഞാനങ്ങനെ ടോമിനെ നട്മ കിട്ടു. എൻ്റെ മോനെ മാസിൻ്റെ നട്മ. അങ്ങനെ കെവിന് ബാൾ ഇട്ടിരിക്കുന്നു. കെവിൻ എനിക്ക് തിരിച്ച് പാസ് ഇട്ടിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യുന്നത്. ഗോൾ. ലൈൻ കഴിഞ്ഞു. റെഫറി ലൈൻ കഴിഞ്ഞു. യെസ് ഗോൾ 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 ഗോൾ. എന്താണത് ടോമി, നീ എന്താ കളിക്കുക. എനിക്ക് ബോൾ വന്നിട്ട് പോടേ. ടോമിന് അയ്യോ നട്മ കിട്ടി കളിയാക്കി. എന്നാലും കെവിനെ ആ ബോൾ പിടിച്ചെടുത്ത് കെവിൻ ഷോട്ട് അടിക്കുക. അയ്യോ എനിക്ക് അവൻ പാസ് ഇട്ട് ഞാൻ കൊണ്ടേ കളഞ്ഞു. വെരി ഗുഡ്. കീപ്പറെ നീ തീയടാ. എന്താ ഹാൻഡ് ബോൾ. റെഫറി പെനാൽറ്റി. ഗോൾ. 1 സ്റ്റെപ്പ് പെനാൽറ്റി എടുക്കാൻ പറ്റുള്ളൂ. പാവം ഗോളി എത്ര സേവ് ചെയ്താലും പിന്നെയും ഗോൾ വഴങ്ങുന്നു. ഫീലിംഗ് ബാഡ് ഫോർ ഹിം. എന്താടാ അത്. ബെസ്റ്റ്. കൊണ്ടേ കളഞ്ഞതിനും ഓരോ മരത്തെ ചാരിയിരിക്കുന്നു. ഞാൻ ടോമിനെ വെട്ടിച്ച് കെവിന് പാസ് ഇട്ടില്ല. അച്ചുവിൻ്റെ കാലെ കൊണ്ടുപോയി കൊടുത്തു. അവൻ എൻ്റെ ടീമല്ല, പക്ഷെ അവൻ പോയി ഗോൾ അടിച്ചു. എൻ്റെടാ കഷ്ടകാലങ്ങൾ പല രീതിയിൽ. വീണ്ടും പോയി. അയ്യോ ശല്യം പിടിക്കാൻ. കെവിൻ ത്രോ ആയിരുന്നു. അതെന്തോ സംഭവിച്ചു. ത്രോ എടുത്ത് പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ആ ബോൾ പിടിച്ചെടുത്ത് എന്താണ് കാണിക്കുന്നത്. ഓവർ ഷോ. എന്നാലും ഷോട്ട് ഓഫ്. വീണ്ടും ക്രോസ് ബാർ. കെവിന് പാസ്. കെവിനെ അടിച്ചോ. പാസ് ഇടണ്ട. എന്നാലും അവൻ പാസ് ഇട്ടുകൊണ്ട് എന്നെ നല്ല പ്ലെയർ അവൻ. കീപ്പർ എൻ്റെ മോനെ പവർ സാധനം. 8ാമത്തെ സേവ് കേട്ടോ. എൻ്റെ മോനെ 9ാമത്തെ സേവ്. കെവിൻ്റെ വീണ്ടും ത്രോ. ഞാൻ എന്താ ചെയ്യുന്നത്. അതുകൊണ്ടേ കളയില്ല. അതെ 10ാമത്തെ സേവ്. അയ്യോ ഔട്ട്. ഞാനൊരു സ്റ്റെപ്പ് ഓവറാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. കയറിപ്പോയി. കെവിനൊരു പാസ്. കെവിൻ എന്താ ചെയ്യുന്നത്. കൊള്ളാടാ മോനെ, നീ കളറിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊണ്ടേ കളഞ്ഞു. 11ാമത്തെ സേവായി അവൻ്റെ. ഞാൻ ആ ബോൾ ഓവർ ഷോ കാണിക്കാൻ ശ്രമിക്കുന്നു. എന്നാലും ഷോ ഇട്ടാലും ബോൾ തിരിച്ച് കിട്ടി. പിന്നെ അത് ഔട്ട് അടിച്ച് കളഞ്ഞിരിക്കുന്നു. അയ്യോ അഭിയത്ത് കയറി ഒന്ന് ഗോൾ അടിച്ചു. എനിക്ക് ആ ബോൾ കിട്ടിയിരിക്കുന്നു. ഞാനിത് കെവിന് കൊടുത്തു. അല്ല കെവിൻ വന്നെടുത്തു എന്ന് പറയാം. അങ്ങനെ കെവിൻ ഗോൾ. കണ്ടോ അവൻ അടിക്കുന്നതെല്ലാം ഗോളാ. അങ്ങനെ ഞാൻ ബോളും കൊണ്ട് ഷോട്ട്. 12ാമത്തെ സേവ്. പിന്നെ സേവ് കൂട്ടാൻ വേണ്ടി ഷോട്ട് അടിച്ചോളുണ്ടായിരുന്നു. കെവിനെ അത് ത്രോ ആണ് പത്താനെ. ത്രോ തരാതെ ബോളും കൊണ്ട് പോയിരിക്കുന്നു. ഞാൻ ആ ബോൾ അടിച്ചകത്തേക്ക് ഇട്ടിരിക്കുന്നു. ഞാൻ വീഴാൻ പോയി. പക്ഷേ ഇത് ഫൗളില്ല. ഞാൻ ഫൗൾ വിളിച്ചില്ല. ഞാൻ അഡ്വാൻറ്റേജ് വിളിച്ച് അല്ല ഗോൾ. അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ഇട്ടേ. 10ൽ റേറ്റിംഗ് ഇതാ. അങ്ങനെ ഞാൻ ആ ബോൾ വീണ്ടും ഗോൾ. ഒരേപോലെ തന്നെ. എൻ്റെ മോനെ അത് നല്ലതായിരുന്നു. ടോം അച്ചുവിലേക്ക് അവൻ തിരിച്ച് കെവിന് കൊടുത്തിരിക്കുന്നു. ഞാൻ ചിപ്പ് ചെയ്തൊരു പാസ്. കെവിന് കമോൺ. 12ാമത്തെ സേവ്. അങ്ങനെ ടോമാണ് ബോൾ. അയ്യോ യെസ് ഞാൻ സേവ് ചെയ്തു. എനിക്ക് പാസ് ഇട്ടിരിക്കുന്നു. എംനൽ ഒരു നട്മ കിട്ടി. ടോമിന് നട്മ കിട്ടി. കെവിന് പാസ് ഇട്ടു. വീണ്ടും കെവിന് പാസ്. കെവിനെ അകത്തോട്ട് പോവില്ലേ. ബെസ്റ്റ്. നല്ല അടിപൊളി പാസ്. സെൽഫിഷെ പാസ് ഇടറാ. അതും കൊണ്ടേ കളഞ്ഞു. 13ാമത്തെ സേവായി. കമോൺ എന്താണ് സംഭവിക്കുന്നത്. വീണ്ടും സേവ്. 12 14 സേവ്. ടോം നല്ല സ്കിൽ. പക്ഷെ ഞാൻ ഇടയ്ക്ക് കയറി കുളവാക്കി.
അങ്ങനെ എനിക്ക് ആ ബോൾ ഇട്ടിരിക്കുന്നു. ഷോട്ട്, ഓ മൈ ഗോഡ്, ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ക്രോസ് ബാറിന് ഉരുമ്പിക്കൊണ്ട് അപ്പുറത്തേക്ക് പോയെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ വൈഡായിരുന്നു. ഓ നല്ലൊരു ട്രിവേല പാസ്, അഭിയത്തെ ഗോൾ. കോശ തന്നെ നിന്നുകൊണ്ട് അവന് പിടിക്കാൻ പറ്റി. എന്നാലും പാസ് നല്ലായിരുന്നു. ഞാൻ അയ്യടാ കൊണ്ടുപോയി കളഞ്ഞു, വീണ്ടും വരെ കളഞ്ഞു. ടോമിൻ്റെ വക വീണ്ടും പോയി കളഞ്ഞു. എത്രാണ്ട് ഗോൾ അടിച്ചത് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ അതുകൂടെ കവറിട്ടേ. കെവിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ ഗോൾ അടിച്ചത്, എനിക്ക് പോലും. അങ്ങനെ എൻ്റെ പാസ് ഈടാ ഞാനെല്ലാം കൊണ്ടുപോയി കളയുന്നത്. പക്ഷേ എന്നതാണോ അതെ വീണ്ടും ഗോൾ. അമ്മാര് തിരിച്ച് കയറി പിടിക്കുവാണല്ലോ ഗൈസ്. കഷ്ടം കഷ്ടം, മഹാ കഷ്ടം. കെവിൻ ടോമിന് കൊടുത്തിരിക്കുന്നു. അപ്പം ഞാൻ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലേ. ടോം വീണ്ടും പോയി ഇതിന് ഗോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ കയറി അടിക്കുക. എംനൽ ലുക്ക് മാനുവൽ ദാ എല്ലാവരും ഡ്രിബിൾ ചെയ്ത് കയറി പോകുന്നു. ഓ മൈ ഗുഡ് ഗോഡ് ആൻഡ് ഷോട്ട്. ഏടാ വീണ്ടും ക്രോസ് ബാർ ഷോട്ട്. ഓ അത് നല്ല പവർ സാധനം. ഒരു കാലം തട്ടിയിലായിരുന്നു കുഴപ്പമില്ല. ഞാനിത് കൊണ്ടുപോയി അച്ചുവിന് കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായി അവൻ്റെ അകത്ത് ഗോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. നാണക്കേടിൻ്റെ മറ്റൊരു രൂപം. അങ്ങനെ ഞാൻ ആ ബോൾ കൊണ്ട് കയറി പോയിരിക്കുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓ മൈ ഗോഡ്, ക്രോസ് ബാർ. യെസ്, കെവിൻ വീണ്ടും ഗോൾ. ഈ ലെഫ്റ്റ് ഫുട്ടർ മെസ്സിയുടെ അപരനോ അല്ല ഗോൾ. അതുകൊണ്ട് കളഞ്ഞപ്പോൾ നമുക്കൊരു അവസാന ചാൻസ് കിട്ടിയേക്കുന്നു. എന്താണ് ഞാൻ ചെയ്യുന്നത്? എടാ പാസ് ഇടാ സെൽഫിഷ് പ്ലെയറെ. ഓക്കെ ഇത് തന്നെ കയറി പോകുന്നു. വീണ്ടും എന്താണത്? എടാ മോനെ, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. നിസ്സാരങ്ങളിൽ നിസ്സാരം, വെറും ഒരു നിസ്സാരം ചെയ്യും.